മറ്റ് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പറയാനുള്ളത്, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പല ആളുകളും പല സഹോദരങ്ങളും ഒരു സംശയമായിട്ട് ചോദിച്ചത്, ഇപ്പൊ നമ്മളെക്കുറിച്ച് വ്യാപകമായ കുപ്രചരണം നടക്കുന്നുണ്ടല്ലോ, എന്താണ് നമ്മൾ അതിനെക്കുറിച്ചൊന്നും പ്രതികരിക്കാത്തത് എന്ന് പല സഹോദരങ്ങളും ചോദിച്ചു. നമ്മൾ എന്തുകൊണ്ടാണ് അതിനെതിരെ പ്രതികരിക്കാത്തത്? അപ്പോ വ്യാപകമായിട്ടുള്ള കുപ്രചരണങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളത് ശരിയാണ്. നമ്മൾ ദഅവത്ത് നടക്കാതെ വീട്ടിലിരിക്കുകയാണെന്നുള്ളതാണ് ചില ആളുകൾക്കുള്ള കാര്യമായിട്ടുള്ള പരാതി. നമ്മൾ ദഅവത്തൊന്നും നടത്താതെ റൂമിൽ അടച്ചിട്ടിരിക്കുകയാണ്. അപ്പൊ അതിനെപ്പറ്റി എന്താണ് പ്രതികരിക്കാത്തതെന്നാണ്. അപ്പോൾ അതിനെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ സാന്ദർഭികമായിട്ട് പറയാനുള്ളത്, അത് ഇൻഷാ അല്ലാഹ് നമ്മള് വളരെ വിശദമായിട്ട് തന്നെ ചില ആരോപണങ്ങൾ ഇവിടെ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. നമ്മൾ അതിനെ സംബന്ധിച്ച് ഇൻഷാ അല്ലാഹ് നമ്മൾ അതിനെപ്പറ്റി മറുപടി പറയും. കാരണം അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ ആദർശങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുമ്പോൾ അതിനെ ബയാൻ ചെയ്തു കൊടുക്കുക എന്നത് അവരുടെ ബാധ്യതയാണ്. യഥാർത്ഥ സലഫിയത്തിന്റെ ആദർശങ്ങളെ, യഥാർത്ഥ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആദർശങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ അത് വിശദീകരിച്ചു കൊടുക്കേണ്ടി, അത് ബയാൻ ചെയ്തു കൊടുക്കേണ്ടി വരും. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ, ആരോപണ സംബന്ധിച്ചിടത്തോളം നമ്മൾ അവസാനം അത് പറയാം ഇൻഷാ അല്ലാഹ്. അത് നിങ്ങൾ കേൾക്കണം. ആ ആരോപണം എന്താണ്, എന്തിനാണ് ഇവരിതിങ്ങനെ പറയുന്നത് എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഇവിടെ ആ ആരോപണത്തിലേക്ക് കിടക്കുന്നതിന്റെ മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ, നമ്മൾ KNM-ൽ നിന്ന് ഭിന്നിച്ചു പോകുന്നതിന് ശേഷം നമ്മൾ വളരെ സജീവമായിട്ട് ദഅവത്തുമായി മുന്നോട്ട് പോവുകയായിരുന്നു, വളരെ സജീവമായിട്ട്. പിന്നീട് നമ്മൾ ചില കാര്യങ്ങൾ ഉന്നയിച്ചു, അടിസ്ഥാനപരമായിട്ടുള്ള ചില വിഷയങ്ങൾ തന്നെ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ സ്വീകരിക്കേണ്ട ചില വ്യക്തമായ ചില നിലപാടുകൾ നമ്മൾ മുന്നോട്ട് വെച്ചു. ആ നിലപാടുകൾ ഉന്നയിച്ച സന്ദർഭത്തിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നു. ഖുർആനിന്റെയും സുന്നത്തിന്റെയും ലോകത്തുള്ള സലഫി പണ്ഡിതന്മാരും പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ മുന്നോട്ട് വെച്ചിരുന്നു. ആ വിഷയങ്ങൾക്കൊന്നും മറുപടി പറയാതെ നമ്മൾ മുന്നോട്ട് വെച്ച വിഷയങ്ങൾ അത് പ്രാമാണികമായി അത് തെറ്റാണെന്ന് തെളിയിക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ് ഇവരെന്ത് ചെയ്യുന്നത്, ഈ ആരോപണങ്ങളുമായി രംഗത്ത് വന്നിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കണം. ഇത് നമ്മൾ പിന്നീട് ഇൻഷാ അല്ലാഹ് നമ്മളത് വിശദീകരിക്കും. നമ്മൾ മുന്നോട്ട് വെച്ച ചില കാര്യങ്ങൾ, ചില വിഷയങ്ങൾ, ചില നിലപാടുകൾ, അതിലേതെങ്കിലും ഒരു നിലപാട് ഖുർആനിനെതിരാണെന്ന് സ്ഥാപിക്കാൻ, അല്ലെങ്കിൽ അത് വിശുദ്ധ ഖുർആനിന്റെ വിശദീകരണമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരു സുന്നത്തിന് എതിരാണെന്ന് സ്ഥാപിക്കാൻ, അല്ലെങ്കിൽ ലോകത്തുള്ള സലഫി പണ്ഡിതന്മാർ സ്വീകരിച്ച നിലപാടിന് എതിരാണെന്ന് തെളിയിക്കാൻ ഇവർക്ക് സാധിച്ചിട്ടില്ല. അപ്പൊ എന്ത് ചെയ്യാ, വേറെ ചില ആരോപണങ്ങളോ ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റും. നമ്മൾ മുന്നോട്ട് വെച്ച കുറച്ച് കാര്യങ്ങൾ, അതിലേതെങ്കിലും ഒന്ന് അത് പ്രമാണങ്ങൾക്ക് വിരുദ്ധമാണെന്ന് തെളിയിക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ് ഇവരെന്ത് ചെയ്യുന്നത്, ഈ ആരോപണങ്ങളുമായിട്ട് ഇവർ രംഗത്ത് വരുന്നത്. രണ്ടാമതായിട്ടൊരു കാര്യം മനസ്സിലാക്കാനുള്ളത്, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു അജണ്ട ഉണ്ട്, കൃത്യമായ ഒരു അജണ്ട നമുക്ക് ഈ വിഷയത്തിലുണ്ട്. അതേപോലെ തന്നെ കൃത്യമായ ഒരു ലക്ഷ്യവും മാർഗവും നമുക്കുണ്ട്. നമ്മൾ KNM തിരിച്ചു പോകുന്നതിന് ശേഷം അവരെ പോലെ തന്നെ ഒരു KNM-ഉം ഒരു MSM-ഉം ഒരു ISM-ഉം ഒരു MGM-ഉം ഒരു KJ-യും ഉണ്ടാക്കി പോകാനല്ല നമ്മൾ പോകുന്നത്. നമുക്ക് വളരെ കൃത്യമായൊരു അജണ്ട. എന്താണ് ആ അജണ്ട? പ്രമാണങ്ങൾ അത് തുറന്നു പറയുക എന്നുള്ളതാ. ജനങ്ങളുടെ മുമ്പിൽ അത് തുറന്നു പറയാം, അത് മൂടി വെക്കാതിരിക്കുക. ലോക സലഫി പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ തന്നെ അത് പറയാം. പക്ഷെ ഇതുവരെ നമുക്കത് പറയാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം സംഘടനാ സെറ്റപ്പിന്റെ പേര് പറഞ്ഞിട്ട് പല കാര്യങ്ങളും നമുക്ക് മൂടിവെക്കേണ്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിന് പറ്റൂല. എന്ത് ആരോപണങ്ങൾ പറഞ്ഞാലും ശരി, ലോകത്തുള്ള സലഫി പണ്ഡിതന്മാർ പറഞ്ഞ കാര്യങ്ങൾ അത് എന്തിന്റെ പേരിലാണെങ്കിലും ശരി, സംഘടനാ സെറ്റപ്പിന്റെ പേര് പറഞ്ഞിട്ടാണെങ്കിലും ശരി, അതല്ല പിന്നെ ദമ്മാജിന്റെ ആരോപണം പറഞ്ഞിട്ടാണെങ്കിലും ശരി, ഖവാരിജിന്റെ ആരോപണം പറഞ്ഞിട്ട് എന്ത് നിങ്ങൾ ആരോപണങ്ങൾ കൊണ്ടുവന്നാലും നമുക്ക് നമ്മുടെ സഹോദരങ്ങളോട് പറയാനുള്ളത്, പ്രമാണങ്ങൾ ഇനി നമ്മൾ വെട്ടി തുറന്ന് പറയും. അതിന് നമുക്കൊരു സർക്കുലറും വേണ്ട, അതിന് നമുക്കൊരു സെറ്റപ്പും വേണ്ട. അതിന് തന്നെയാണ് നമ്മൾ കൃത്യമായ ഒരു അജണ്ടയോട് കൂടി തന്നെയാണ് നമ്മൾ നിലനിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ കേട്ട് ആരും ബേജാറാകണ്ട. നമ്മുടെ അജണ്ട കൃത്യമാണ്.
ലോകത്തുള്ള സലഫി പണ്ഡിതന്മാർ പ്രമാണബദ്ധമായി പഠിപ്പിച്ച കാര്യങ്ങൾ കേരളത്തിൽ പറയാൻ പറ്റുമല്ല, അതൊന്ന് തീരുമാനിക്കണം നമുക്ക്. അത് പറ്റുമോ നോക്കട്ടെ നമ്മള്. എന്നിട്ട് അതിൽ നിന്ന് പിരിഞ്ഞു പോകുന്നതിന് ശേഷം വീണ്ടും പണ്ടത്തെ അതേ പല്ലവി. 2 വയസ്സായിട്ടേ ഉള്ളൂ കുട്ടിക്ക്, ആ കുട്ടിക്ക് 10 പത്തിരി കൊടുക്കാന് പറ്റൂല എന്നാ. അതുകൊണ്ട് നിങ്ങൾ ആ പത്തിരി കൊടുത്തിരുന്നോളി, ദയവ് ചെയ്ത് ഞങ്ങളുടെ വഴി മുടക്കാൻ വരരുത്. ഞങ്ങളിതൊന്ന് തുറന്ന് പറഞ്ഞോട്ടെ, എന്താണ് കേരളത്തിൽ ആകാശം പിടിഞ്ഞു വീഴൂ എന്നുള്ളത് നമുക്കൊന്ന് കാണണം. ലോകത്തുള്ള സലഫി പണ്ഡിതന്മാർ പ്രമാണബദ്ധമായി പറഞ്ഞ കാര്യങ്ങൾ കേരളത്തിൽ തുറന്നു പറഞ്ഞാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് നമുക്കൊന്ന് കാണണം. നിങ്ങൾ ആ 2 പത്തിരിയും കൊടുത്തിരുന്നോ? 1 നൂറ്റാണ്ടായത് തുടങ്ങിയിട്ട്. എന്നിട്ട് നമ്മൾ ഓരോ വിഷയങ്ങൾ പറയുമ്പോൾ 2 പത്തിരി കൊടുക്കേണ്ട ചെറിയ കുട്ടിക്ക് 10 പത്തിരി കൊടുക്കാൻ പറ്റുമോ എന്നുള്ള ചോദ്യവുമായിട്ട് നിങ്ങൾ അവിടെ ഇരുന്നോ? അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ളത്, നമുക്ക് ഇതില് അജണ്ട ഉണ്ട്. ഇൽമ് അതാര് പഠിപ്പിക്കണം, അങ്ങനെ പഠിപ്പിക്കാൻ പറ്റുമോ നമ്മളൊന്ന് നോക്കുക. ആരിൽ നിന്ന് ഇൽമ് സ്വീകരിക്കണം? ഒരു ത്വാലിബുൽ ഇൽമ് സ്വീകരിക്കേണ്ട മൻഹജ് റൂട്ട് എന്തായിരിക്കണം? ഒരു മുദർരിസ് എങ്ങനെയായിരിക്കണം ഇൽമ് പഠിപ്പിക്കേണ്ടത്? ആ ഇൽമ് പഠിപ്പിക്കേണ്ട രൂപം, ആദ്യം ഏത് വിഷയം പഠിപ്പിക്കണം, ഏതൊക്കെ കിതാബുകൾ പഠിപ്പിക്കണം, ആ രൂപത്തിൽ ഞങ്ങളൊന്ന് പോയി നോക്കട്ടെ. എന്നിട്ട് എന്താ സംഭവിക്കുന്നത് എന്നുള്ളത് നമുക്ക് കാണാം. അപ്പൊ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ കൊണ്ടൊന്നും ഈ സലഫിയത്തിന്റെ ആദർശത്തെ മറച്ചു പിടിക്കാൻ ഞങ്ങൾ സമ്മതിക്കുകയില്ല എന്നുള്ളത് സാന്ദർഭികമായിട്ട് ഓർമ്മപ്പെടുത്തണം. മൂന്നാമതായിട്ട് മനസ്സിലാക്കേണ്ടത്, കാര്യമായിട്ട് ഇപ്പൊ നടക്കുന്ന ആരോപണം എന്താ? നമ്മൾ ദഅവത്തൊന്നും നടക്കാതെ വീട്ടിലിരിക്കുകയാണെന്നുള്ളതാ. ദഅവത്തൊന്നും നടക്കാതെ വീട്ടിലിരിക്കുന്നു എന്ന് മാത്രമല്ല, ദഅവത്ത് നടത്തുന്നവരെ നമ്മൾ തടയുന്നു, നമ്മളാകട്ടെ ദഅവത്ത് നടത്തുന്നുമില്ല. ഇത് ഇന്നത്തെ കുത്തുബയില് മിമ്പറിൽ വെച്ചിട്ട് ഒരു വലിയ പണ്ഡിതൻ പറഞ്ഞതാ, ഒരാള് പറഞ്ഞതാ. നമ്മള് കേരളത്തില് വലിയ പണ്ഡിതൻ, വേദ പണ്ഡിതൻ എന്ന് വേണമെങ്കിൽ കൂട്ടിച്ചേർത്തോ. ഏത് പരിശുദ്ധമായ മിമ്പറിൽ വെച്ച് പോലും ഈ കള്ളപ്രചരണങ്ങൾ, ദഅവത്ത് നടക്കാതെ വീട്ടിലിരിക്കാണ്. അതേപോലെ തന്നെ ഏതോ ഒരു കോർണറിൽ തപസ്സിരിക്കുന്ന സന്യാസികളാണ്. ഇതൊക്കെ അദ്ദേഹത്തിന്റെ ചില പദപ്രയോഗങ്ങളാണ്. ഏതോ ഒരു കോർണറിൽ തപസ്സിരിക്കുന്ന സന്യാസികളാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ചോദിച്ചാല്, ഇവിടെ ഇതൊരു രോഗമാണ്. നമ്മൾ ആരും ഈ ആരോപണം കേട്ടിട്ട് ഈ ആരോപണങ്ങൾ നമുക്ക് എന്തില്ല, ഒരു പേടി ഒരു ബേജാറും ഇല്ല ഈ ആരോപണങ്ങൾ കേട്ടിട്ട്. കാരണം ഈ ആരോപണങ്ങൾക്ക് നമ്മൾ ഇതുവരെ ഉണ്ടാകത്തിരുന്നെന്തുകൊണ്ടാ? ഇതൊരു തരം രോഗമാണ്. എന്താ രോഗം? ദഅവത്ത് എന്നുള്ളത് നമുക്ക് തോന്നിയ പോലെ നടത്താൻ പറ്റുമല്ലേ, ആ രോഗത്തെയാണ് ഇവിടെ ചികിത്സിക്കേണ്ടി. അവർ ആരോപണങ്ങൾ ഇനിയും പറയട്ടെ എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. ഈ ആരോപണങ്ങൾ പറഞ്ഞാൽ ജനങ്ങൾക്ക് ഇപ്പോ പലരും പറഞ്ഞു, എന്ത്, ഇത് പ്രസംഗിച്ചോടത്ത് നമ്മൾ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ സാധാരണ പറയാറുണ്ട്, പേരോട് പ്രസംഗിച്ച അവിടെ മുജാഹിദ് പ്രസ്ഥാനം വളരും എന്ന് പറയുന്നത് പോലെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ പറഞ്ഞെടുത്ത ആളുകൾ പറയണെന്ത്, ഇവർ എന്താണ് ഈ പറയുന്നത്? ഇവിടെ നമ്മളിപ്പോ ദൗറ സംഘടിപ്പിച്ചിട്ടുള്ളല്ലോ, അവിടെ പോയിട്ടാണ് എന്ത് ഈ കളവ് പറയുന്നത്, എന്ത് ഒരു ദഅവത്തും നടത്താതെ വീട്ടിലിരിക്കുകയാണെന്നുള്ളത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ അറിയാ, നമ്മൾ ആരോപണങ്ങൾക്ക് മറുപടി പറയുന്നതിന് പകരം ഇവിടെ ചെയ്യേണ്ടതെന്ന് വെച്ചാല്, ആ ആരോപണങ്ങളൊക്കെ കളവാണ് ആരോപണങ്ങൾ. ഇവിടെ ഒരു രോഗമാണ്, എന്ത്, ദഅവത്ത് നമുക്ക് തോന്നിയ രൂപത്തിൽ നടത്താൻ പറ്റുമല്ലേ, അവിടെയാണ് ചികിത്സിക്കേണ്ടത്. ഞങ്ങൾ പറയുന്നത് നടത്താൻ പറ്റൂല, അത് നടത്താൻ പറ്റൂല. ദഅവത്ത് എന്നുള്ളത് ഒരു ഇബാദത്താണ്. അത് നമുക്ക് തോന്നിയ രൂപത്തിൽ നടത്താൻ പറ്റുമോ? ദഅവത്ത് ഒരു വീടുണ്ടാക്കാൻ പറഞ്ഞാല് പിന്നെ ആ വീട്ടില് കിച്ചണ് വേണോ, അവിടെ സിറ്റ് ഔട്ട് വേണോ, അവിടെ ഓഫീസ് റൂം വേണോ എന്ന് പ്രത്യേകം പറയേണ്ടതുണ്ടോ എന്നാണ് നമ്മുടെ ഉസ്താദ് ചോദിക്കണത്. MIC അടുത്ത വലിയ ഉസ്താദ് സിറാജ് ഉസ്താദ്. എന്ത്, ഒരു വീടുണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവിടെ കിച്ചൺ ഉണ്ടാക്കാൻ വേറെ പറയണം, അവിടെ സിറ്റ് ഔട്ട് ഉണ്ടാക്കാൻ വേറെ പറയണോ, അവിടെ ഓഫീസ് റൂം ഉണ്ടാക്കാൻ വേറെ പറയണോ? അത് പറയണം എന്നുള്ളതാ ഞങ്ങൾ പറയണത്. ദഅവത്ത് നടത്താൻ പറഞ്ഞു, നമുക്ക് തോന്നിയ പോലെ ദഅവത്ത് നടത്താൻ പറ്റുമോ? തോന്നിയ പോലെ നമുക്ക് ദഅവത്ത് നടത്താൻ പറ്റുമോ? എന്താണ് പറയുന്നതിന്റെ അടിസ്ഥാനം എന്താ? എങ്കിൽ പിന്നെ എന്തിനാ നമ്മൾ തബ്ലീഗ് ജമാഅത്തിന്റെ ദഅവത്തിന്റെ രീതിയെ നമ്മൾ എതിർക്കുന്നത്? എന്തിനാ? ദഅവത്ത് നടത്തിക്കൊന്നല്ലേ ഖുർആൻ പറഞ്ഞത്, അല്ലെ? ഒരു വീടുണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതിൽ കിച്ചൺ വേണോ, മറ്റത് വേണോ, മറിച്ചത് വേണോ, അതിന്റെ അളവ് ഒന്നും വേണ്ടെന്നല്ലേ ഇപ്പൊ നിങ്ങൾ പറഞ്ഞോണ്ടില്ലേ? അതായത് നമുക്ക് തോന്നിയ കോലത്തില് ദഅവത്ത് നടത്താം, നമ്മൾ പറയുന്നില്ല.
ദഅവത്ത് എന്നുള്ളത് ഒരു ഇബാദത്താണ്. അതിന് കൃത്യമായൊരു മൻഹജുണ്ട്, കൃത്യമായൊരു ത്വരീഖുണ്ട്, കൃത്യമായൊരു ഉസ്ലൂബുണ്ട്. അത് ഏത് വിഷയങ്ങൾ ജനങ്ങളോട് ആദ്യം പറയണം, ഏതൊക്കെ രൂപത്തിൽ പറയണം. ഇനി ഏത് കോലത്തിലും ദഅവത്ത് നടത്താൻ നമുക്ക് പറ്റുമായിരുന്നെങ്കിൽ എന്തിനാ പിന്നെ നമ്മൾ തബ്ലീഗിന്റെ ദഅവത്തിന് എതിർക്കുന്നത്? എന്തിനാ? എന്താ അത് നടത്തുന്ന ദഅവത്തല്ലേ? പണ്ട് മടവൂരികൾ പാലം കെട്ടുന്ന ഒരു ദഅവത്തും കൊണ്ടുവന്നു. എന്ത്? ഇനി തൗഹീദൊക്കെ പറച്ചിൽ നിർത്തിയിട്ട് സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തിയിട്ട് ആളുകളെ ക്ഷണിക്കെന്തിനാ നമ്മൾ അതിനെ എതിർത്ത്? നമ്മൾ എന്ത് പറഞ്ഞിട്ട് അതിനെതിർത്ത്? അത് മൻഹജിനെതിരാണ്. നമ്മൾ അതിനെതിർത്ത ആളുകളല്ലേ? എതിർത്ത ആളുകളാണെന്ന് മറുഭാഗത്തുനിന്ന് അവരുടെ അതേ വാദം. നമ്മൾ അതിനെ എതിർത്തു. എന്ത്? തൗഹീദ് പറയുമ്പോൾ അതിന്റെ ഇടയ്ക്ക് ഒരു പാലം കെട്ടേണ്ട ഒരു കാര്യമല്ല. അപ്പൊ അവർ അന്ന് ഇതേ ചോദ്യം ചോദിച്ചത് അവരാണ്. ദഅവത്ത് നടത്താനല്ലേ പറഞ്ഞത്? ഒരു വീടുണ്ടാക്കാൻ പറഞ്ഞ പിന്നെ അത് വേണോ ഇത് വേണോ എന്ന് ചോദിക്കേണ്ട കാര്യമുണ്ടോ? നമുക്ക് ഉണ്ടാക്കിക്കൂടെ? അന്ന് പാലം കെട്ടുമ്പോ നമ്മൾ എതിർത്തപ്പോ, അവര് പാലം കെട്ടിയിട്ട് ദഅവത്ത് നടത്തണം എന്ന് പറഞ്ഞപ്പോ അതിനെ എതിർത്ത് പോന്നവരാ നമ്മള്. എന്തിനാ അതിനെതിർത്തത്? നമുക്ക് തോന്നിയ രൂപത്തിൽ ദഅവത്ത് നടത്താൻ പറ്റുമെങ്കിൽ നടത്തിക്കൂടെ? അതിനെ എതിർക്കേണ്ട കാര്യമില്ലല്ലോ. സാക്കിർ നായിക്കിന്റെ ദഅവത്ത് ഞങ്ങൾ എതിർക്കുന്നുണ്ടല്ലോ. സിറാജിന് നന്നായിട്ട് പരിചയമുണ്ടല്ലോ. PC അഷ്റഫിന് ഈ സൽസബിയിൽ എത്ര ലേഖനങ്ങൾ വന്നു. എന്തിനാ നമ്മൾ എതിർക്കുന്നത്? എന്തിനാ എതിർക്കുന്നത്? സാക്കിർ നായിക്കിന്റെ ദഅവത്തിനുള്ള തകരാറെന്താ? ദഅവത്തല്ലേ? വീടുണ്ടാക്കാൻ പറഞ്ഞതല്ലേ? പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ എതിർക്കേണ്ട കാര്യമുണ്ടോ? ദഅവത്തല്ലേ അയാൾ നടത്തുന്നത്? സാക്കിർ നായിക്ക് എന്തിനാ അതിനെ എതിർക്കുന്നത്? അപ്പൊ നമ്മൾ ഇതൊരു ഈ രോഗത്തെ നമ്മൾ ചികിത്സിക്കണം. അപ്പൊ ദഅവത്ത് എന്താണ്? അതാണ് ഇവിടെ അടിസ്ഥാനപരമായി മനസ്സിലാക്കപ്പെടേണ്ടത്. എന്താ ദഅവത്ത്? നമ്മൾ മനസ്സിലാക്കിയ ദഅവത്ത് എന്താ? നിങ്ങൾ മനസ്സിലാക്കിയ ദഅവത്ത് എന്താ? നമ്മൾ ഓരോ പരിപാടി നടത്തുമ്പോഴും വിശുദ്ധത്തിന്റെ സ്റ്റിക്കർ ഒട്ടിക്കണം, അതാണോ ദഅവത്ത്? എങ്കിൽ ആ ദഅവത്ത് ഞങ്ങൾ നടത്തുന്നില്ല. ഒരു 10 കിലോ അരി കൊണ്ടുപോയി കൊടുക്കുമ്പോ വിശുദ്ധത്തിന്റെ സ്റ്റിക്കർ, 5 കിലോ പഞ്ചസാര കൊണ്ടുപോയി കൊടുക്കുമ്പോ വിശുദ്ധത്തിന്റെ സ്റ്റിക്കർ. ആ ദഅവത്തിന് ഞങ്ങൾക്ക് താല്പര്യമല്ല. ആ ദഅവത്ത് ഞങ്ങൾ നടത്താനും തയ്യാറല്ല. ഞങ്ങൾക്ക് വേണ്ട ആ ദഅവത്ത്. അതാണോ ഞങ്ങൾ ദഅവത്ത് നടത്തില്ല നിങ്ങൾ പറയണേ? അത് ശരിയാ. ഇനി അതല്ല, ദഅവത്ത് നടത്തിയ വീടുകളുടെ എണ്ണം മന്ത്രിമാരെയും രാഷ്ട്രീയക്കാരെയും സ്റ്റേജിൽ ഇരുത്തിയിട്ട് അതിന്റെ എണ്ണം പറയലാണോ ദഅവത്ത്? ആ ദഅവത്തിനും ഞങ്ങളില്ല. ഇത്ര അതിന്റെ എണ്ണം പറഞ്ഞിട്ട് അതിന്റെ കണക്ക് പറഞ്ഞിട്ട് അത് മന്ത്രിമാരുടെ മുന്നിൽ വെച്ചിട്ട് ദഅവത്താണ് അത് പറയാനാണോ ദഅവത്ത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത്? ആ ദഅവത്തിന് ഞങ്ങൾക്ക് താല്പര്യമില്ല. ഇനി ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ചിട്ട് അതെടുത്തിട്ട് പത്രത്തിൽ കൊടുക്കുക. ഇത്ര ആളുകൾ അവിടെ വലിയ സദസ്സ് പങ്കെടുത്തു, ആ സദസ്സിന്റെ എണ്ണം കാട്ടലാണോ ദഅവത്ത്? ആ ദഅവത്തും തൽക്കാലത്തിന് ഞങ്ങൾ നടത്തുന്നില്ല. അതാണോ നിങ്ങൾ ദഅവത്തായിട്ട് മനസ്സിലാക്കിയിട്ട്? ഇപ്പൊ അങ്ങനെ ദഅവത്ത് എന്ന് പറഞ്ഞാൽ ആളെ കൂട്ടലാണെന്നാ. അതിന്റെ തെളിവെന്താ? യാ അയ്യുഹന്നാസ്. സുബ്ഹാനല്ലാഹ്. ആളെ കൂട്ടാന് തെളിവ് എന്ത്? യാ അയ്യുഹന്നാസ്. ദഅവത്ത് എന്ന് പറഞ്ഞാൽ ആളെ കൂട്ടലാണ്. കണ്ടില്ലേ? യാ അയ്യുഹന്നാസ്. ഇൻഷാ അല്ലാഹ് അതിന്റെ വിശദീകരണങ്ങൾ വരുന്നുണ്ട്. ഇത്ര കാലം മുജാഹിദ് പ്രസ്ഥാനം സലഫി പ്രസ്ഥാനം പറഞ്ഞുകൊണ്ട് നടന്നിരുന്നത് എന്താ? ഞങ്ങളെ പണി മെമ്പർഷിപ്പ് കൂട്ടലല്ല, ആളെ കൂട്ടലല്ല എന്ന് പറഞ്ഞു നടന്നിരുന്ന ആളുകൾ എന്ന് പറയണത് ദഅവത്ത് എന്ന് പറഞ്ഞാൽ ആളെ കൂട്ടലാണ്. അതിന്റെ തെളിവ് യാ അയ്യുഹന്നാസ്. അപ്പൊ ഇതൊന്നും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ഞങ്ങൾ ചെയ്യുന്നില്ല. ഇതൊന്നും ദഅവത്താണ്. ഇതൊക്കെ അത് ഫോട്ടോ എടുത്ത് പത്രത്തിൽ കൊടുക്കലും അതിന്റെ എണ്ണം പറയലും അതിന്റെ സ്റ്റിക്കർ ഒട്ടിക്കലും ഇതിനൊന്നും ഞങ്ങൾ നിൽക്കാം. ഇനി അതല്ല, ഇതൊന്നല്ല. പുതിയതെന്താ അറിയോ? ആരെയും വേദനിപ്പിക്കാതെ ദഅവത്ത് നടത്തുക. അതെങ്ങനെയെന്നുള്ളത് സംസ്ഥാന നേതാവ് പ്രസംഗിച്ചതാണ്. ആരെയും വേദനിപ്പിക്കാതെ നടത്തിയ ദഅവത്ത്. എങ്ങനെയാണ് കൂട്ടുകാരെ ആ ദഅവത്ത്? ഞങ്ങൾക്കൊന്ന് പഠിപ്പിച്ചു തരണം, ഞങ്ങൾ നിങ്ങളെ കൂടെ കൂടിക്കൊള്ളാം. എങ്ങനെയാണ് ആ ദഅവത്ത്? ഒരാളെയും വേദനിപ്പിക്കാത്ത ആ ദഅവത്ത് എങ്ങനെയാണ്? അത് നിങ്ങളൊന്ന് കാണിച്ചു തരും. ഞങ്ങൾ എല്ലാ സപ്പോർട്ടും തരാം. അതാണ് ലേറ്റസ്റ്റ് ദഅവത്ത്. ഞങ്ങൾ ആരെയും വേദനിപ്പിക്കാതെ ദഅവത്ത് നടത്തിയ സംസ്ഥാന നേതാവിന്റെ പ്രഖ്യാപനാണ്. അപ്പോ ഇതിനൊക്കെ നമ്മൾ എതിർക്കുന്നത് കൊണ്ടാണോ നമ്മൾ വീട്ടിലിരിക്കാനെന്ന് പറയണേ? നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണോ? ഈ ദഅവത്തിനെ കുറിച്ച് പറയുന്ന ആളുകൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി എന്താ പറയുക? ഇവരുടെ കാപട്യം മനസ്സിലാക്കാൻ ഒരു കാര്യം പറയട്ടെ. കേരളത്തില് മാസങ്ങളോളം ഒരു സംഘടന, KNM സംഘടന എന്ത് ചെയ്തു? മന്ത്രവാദത്തിനെതിരെ ക്യാമ്പയിൻ എന്ന് പറഞ്ഞിട്ട് ഇസ്ലാമിൽ പ്രമാണങ്ങളിൽ സ്ഥിരപ്പെട്ട ആയത്തുകളെയും ഹദീസുകളെയും പ്രമാണങ്ങളെയും പച്ചക്ക് തെരുവുകളിൽ തെറി പറഞ്ഞുകൊണ്ട് മാസങ്ങളോളം ക്യാമ്പയിൻ നടത്തി. എവിടെയായിരുന്നു ഈ ആളുകളൊക്കെ?
വളരെ പരസ്യമായി വളരെ മോശമായ രീതിയിൽ ഈ ചികിത്സാ രീതിയെ വിമർശിച്ചുകൊണ്ട് തെരുവുകളിൽ, കേരളത്തിന്റെ ഓരോ തെരുവുകളിലും, കേരളത്തിന്റെ മുക്കിലും മൂലയിലും ഇവര് ഈ പ്രമാണങ്ങളിൽ സ്ഥിരപ്പെട്ടതിനെ കളിയാക്കിക്കൊണ്ടും പരിഹസിച്ചുകൊണ്ടും ഇവര് ക്യാമ്പയിൻ നടത്തി. ഒരൊറ്റ ഈ ദഅവത്തിന്റെ പേരിൽ വർത്താനം പറയുന്ന നമ്മൾ പ്രതീക്ഷിച്ചു ഫൈസൽ മുസ്ലിയാരെങ്കിലും മറുപടി പറയുന്നത് നമ്മൾ കരുതി. കാരണം 140ഓളം മുഖാമുഖം നടത്തി അദ്ദേഹത്തിന് ഇതിൽ പരിചയമുള്ള ആളാണ്. ഹുസൈൻ സലഫിനെ ഏതായാലും നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ല. കാരണം അദ്ദേഹത്തിന് ഈ നിലപാടുകളിലൊന്നും കൃത്യമായൊരു നിലപാടില്ല. പക്ഷെ ഈ വിഷയത്തിൽ എന്ത് വിഷയം ഉണ്ടായാലും മുഖാമുഖം നടത്തുന്ന നമ്മുടെ ബഹുമാനായ ഫൈസൽ മുസ്ലിയാരെങ്കിലും ഒരു സ്റ്റേജ് കെട്ടിയൊരു മുഖാമുഖം നടത്തിയിട്ട് ഇവർക്കെതിരെ മറുപടി പറയും നമ്മൾ പ്രതീക്ഷിച്ചു. മറുപടി ഉണ്ടായില്ല. അബൂബക്കർ സലഫി മിണ്ടിയില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ അറിയോ? അന്ന് കേരളത്തിലെ ഓരോ ജില്ലകളിലും നടന്ന പരിപാടികളിൽ ഇവര് ക്ലിപ്പ് ഉണ്ടാക്കിയിട്ടത് അബൂബക്കർ സലഫിയുടെ ക്ലിപ്പായിരുന്നു. അടിക്കണം എന്നുള്ള ക്ലിപ്പ്. അബൂബക്കർ സലഫി പറഞ്ഞിട്ടുണ്ട് അടിക്കണം എന്നുള്ളത്. ആ അടിക്കണം എന്നുള്ള ക്ലിപ്പ് ഇട്ടിട്ട് ഇവർ പറഞ്ഞാൽ എന്താ അറിയോ? സിറാജുദ്ദീൻ മുസ്ലിയാർക്ക് തെളിവ് അബൂബക്കർ സലഫി കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് അനസും ഹനീഫ കായക്കൊടിയും കേരളത്തിലുടനീളം ആ ക്യാമ്പയിൻ സംഘടിപ്പിച്ചത്. എന്തുകൊണ്ട് നിങ്ങൾ പറഞ്ഞില്ല? അടി എന്നത് പ്രമാണങ്ങളിൽ സ്ഥിരപ്പെട്ടതാണ് എന്ന് മിണ്ടാനുള്ള ചങ്കൂറ്റം ഒരാൾ പോലും മിണ്ടിയില്ലല്ലോ. എന്നിട്ട് മുഖം രക്ഷിക്കാൻ വേണ്ടിയിട്ട് MICR ഒരു തട്ടിക്കൂട്ട് പരിപാടി, പിന്നെ പത്രത്തിൽ ചെറിയൊരു ഒരു പത്രസമ്മേളനം വിളിച്ചിട്ട് മന്ത്രവാദികളെ നിലക്ക് നിർത്താൻ നിയമം കൊണ്ടുവരണം, അതിനെതിരെ ശക്തമായി പ്രതികരിക്കണം. നമ്മൾ പ്രതീക്ഷിച്ചു ഇസ്ലാമിക മന്ത്രങ്ങൾ ഉണ്ട് കേട്ടോ, അതിലില്ല. ആ ഒരു പ്രസ്താവന ആ പത്രപരസ്യത്തിൽ പോലും ഇല്ല. അപ്പൊ ഇവര് മിണ്ടാതിരിക്കുന്നത് കണ്ടപ്പോ നമ്മൾ വിചാരിച്ചിരുന്ന ഫൈസൽ മുസ്ലിയാർ അബൂബക്കർ സലഫി ഒന്നും കേരളത്തിൽ ഇല്ല എന്നുള്ളതാണ്. അപ്പൊ അവരവിടെ തന്നെ ഉണ്ട്. പക്ഷെ അവരെ മൂക്ക് കയറിട്ട് നിർത്തിക്കാണ്. നമ്മൾ പറയുന്നു ഇതിനപ്പുറവും ഇനി സംഭവിക്കും, അതിനപ്പുറവും സംഭവിക്കും. മിണ്ടാനായിട്ടില്ല. എന്തുകൊണ്ട് പറഞ്ഞില്ല? അടി നിങ്ങൾ അബൂബക്കർ സലഫിയെ പരിഹസിക്കേണ്ട. അടി അത് ആവശ്യമാണെങ്കിൽ ആകാവുന്നതാണ്, അത് പ്രമാണങ്ങളിൽ സ്ഥിരപ്പെട്ടതാണ് എന്ന് പറയാൻ, ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ ഈ വിഷയത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കുന്നു എന്ന് പറയാൻ നിങ്ങൾ തലയിൽ മുണ്ടിട്ട് നടന്നു കേരളത്തിലൂടെ. ആ സന്ദർഭത്തിൽ കേരളത്തിന്റെ എല്ലാ ഭാഗത്തും നമ്മൾ ഈ മന്ത്രവാദികൾക്കെതിരെ ശബ്ദിച്ചതോടൊപ്പം എന്താണ് അതിൽ പ്രമാണങ്ങൾ പറയുന്നത് എന്ന് കേരളത്തിലെ പല ഭാഗങ്ങളിൽ നമ്മൾ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടില്ലേ? അന്ന് നിങ്ങൾ തലയിൽ മുണ്ടിട്ട് നടന്നിട്ട് ഇപ്പൊ നിങ്ങൾ മിമ്പർമെന്ന് വിളിച്ചു പറയണത് ഞങ്ങൾ ദേവത്ത് നടത്തണില്ല എന്ന്. ഇതൊക്കെ ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, പേരോട് പ്രസംഗിച്ചു കൊടുത്ത് മുജാഹിദ് പ്രസ്ഥാനം വളരുമെന്ന് പറയുന്നത് പോലെ നിങ്ങൾ ഈ പ്രസംഗിച്ച സ്ഥലത്തൊക്കെ ഞങ്ങളുടെ ദൗറകൾ നടന്നിട്ടുണ്ട് കൂട്ടരെ. പണ്ഡിതന്മാർക്കുള്ള ദൗറകൾ, വിദ്യാർത്ഥികൾക്കുള്ള ദൗറകൾ, സ്ത്രീകൾക്ക് പ്രത്യേകമായുള്ള ദൗറകൾ, കുടുംബ സംഗമങ്ങൾ. ഇന്നിതാ വാട്സപ്പിൽ എത്ര, നമ്മളതിന്റെ കണക്ക് പറഞ്ഞാൽ ഞങ്ങളും നിങ്ങളും ഒരേപോലെ ആവൂലേ? അതുകൊണ്ട് കണക്ക് പറയുന്നില്ല. കേരളത്തിലെ ചിന്തിക്കുന്ന ജനങ്ങൾക്ക് നിങ്ങളുടെ ഈ പ്രചരണത്തിന്റെ കള്ളത്തരം നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. എത്രത്തോളം ഈ പ്രചരണങ്ങൾ അസത്യമാണ് എന്നുള്ളത് ആളുകൾ മനസ്സിലാക്കിയിട്ടുണ്ട്. എന്നിട്ട് മിണ്ടാതിരുന്നിട്ട് നമ്മളെ നേരെ തിരിയാം. നമ്മൾ ദഅവത്ത് എന്നുള്ളത് ഞങ്ങൾ മനസ്സിലാക്കിയത് എന്താ? ഞങ്ങൾ മനസ്സിലാക്കിയ ദഅവത്ത് എന്താ? അതിനൊരു രീതിയുണ്ട്. ആ രീതിക്കനുസരിച്ച് ഞങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. ഞങ്ങൾ സംഘടിപ്പിക്കേണ്ട പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്, ദൗറകൾ നടക്കുന്നുണ്ട്. പണ്ഡിതന്മാർക്കുള്ള ഇപ്പൊ റുഖിയ ശറഈയുടെ വിഷയത്തിൽ ദൗറകൾ നടന്നിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ അത് നോട്ടീസ് അടിച്ചിട്ട് വിതരണം ചെയ്തിട്ടില്ല. ക്ലാസുകൾ നടക്കുന്ന നിരന്തരമായിട്ട് പൊതുപരിപാടികൾ, എത്ര നോട്ടീസ് ഇപ്പൊ മെസ്സേജ് വന്നു. നമ്മൾ അതിന്റെ കണക്ക് ഇങ്ങനെ വിളിച്ചു പറഞ്ഞിട്ട് നടക്കല്ല. അത് നടക്കേണ്ട രൂപത്തിൽ ഞങ്ങൾ ആരും ഇത് സന്യാസിമാരായിട്ട് റൂമിൽ ഇരിക്കുവല്ല. പക്ഷെ സലഫികൾക്ക് ഇതിനൊരു കൃത്യമായൊരു മൻഹജ് ഉണ്ട്, ഒരു ത്വരീഖുണ്ട്. അത് ഞങ്ങൾ പഠിപ്പിക്കാൻ പോവാണ് ജനങ്ങളെ. നിങ്ങൾ അതിൽ ബേജാറായിട്ട് ആരോപണങ്ങളും കൊണ്ടുവന്നിട്ട് ഒരു കാര്യമല്ല. അതാ സലഫി യൂണിറ്റിയിലുള്ള ആളുകൾ പോലും ISMലുള്ള MSMലുള്ള ആളുകൾ പോലും ഇതാ പറയാൻ തുടങ്ങി, നിങ്ങൾ ദഅവത്തുമായിട്ട് മുന്നോട്ട് പോയിക്കോ, നിങ്ങളിലാണ് ഞങ്ങൾക്കുള്ള പ്രതീക്ഷ. കാരണം എന്താ? പലതും പറയാൻ സാധിക്കുന്നില്ല. ഞാൻ നേരത്തെ മൂക്ക് കയറിട്ടു എന്ന് പറഞ്ഞല്ലോ. ഫൈസൽ മുസ്ലിയാരുടെ കയ്യിൽ നിന്നൊക്കെ ഇത് പോയിട്ടുണ്ട്, അബൂബക്കർ സലഫിന്റെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്. ഇതിന്റെ കയറ് വേറെ ചില ആളുകളുടെ കയ്യിലാ. അതുകൊണ്ട് അവർക്ക് അന്ന് മിണ്ടാൻ പറ്റിയില്ല. പലരും ചോദിച്ചു നമുക്ക് മറുപടി പറയണ്ടേ, പറയരുത് എന്നാ പറഞ്ഞ്. ഈ സംഘടനാ സെറ്റപ്പും കൊണ്ട് നിങ്ങൾ നടന്നോ? പറഞ്ഞ കാര്യം തിരുത്തി പറയിപ്പിച്ചില്ലേ? നാരിയത്ത് സ്വലാത്തിന്റെ വിഷയം
തിരുത്തി പറയിപ്പിച്ചു. കുവൈത്തിൽ നിന്ന് ഓർഡർ പറഞ്ഞു, ഓർഡർ പോയി, സർക്കുലർ പോയി, നാരിയത്ത് സ്വലാത്ത് ഷിർക്കാണെന്ന് പറയണം. ഫൈസൽ മുസ്ലിയാർ പറഞ്ഞു ഷിർക്കാണെന്ന്. നമ്മളതൊക്കെ വിശദീകരിക്കുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. ഖത്തറിൽ പറഞ്ഞത് എന്താണ്, ഇപ്പോഴത്തെ നിലപാട് എന്താണെന്നുള്ളത്. ഇതന്നെയല്ല അവരും ചെയ്തത്. ജിന്നിനോടുള്ള എല്ലാ സഹായം തേട്ടം ഷിർക്കല്ലാത്തത് ഷിർക്കാണെന്ന് പറയണം. സംഘടനയ്ക്ക് വേണ്ടിയിട്ട് അത് ഷിർക്കന്നെ. സംഗതിയൊക്കെ ഹറാമായതും വസീലത്ത് ഷിർക്കായതും ഒക്കെ ഉണ്ട്. പക്ഷേ സംഘടനാ നിലപാട് ജംഇയ്യത്തിന്റെ തീരുമാനം ഷിർക്കാണെന്നാ. ഇപ്പോഴത്തെ നിലപാടെന്താ? കഴിഞ്ഞ വർഷം ഫൈസൽ മുസ്ലിയാർ ഖത്തറിൽ വന്നപ്പോൾ പറഞ്ഞെന്താ? ഇപ്പോഴത്തെ നിലപാട് സംഘടനയ്ക്ക് വേണ്ടി ഷിർക്കല്ലാത്ത ഒന്നിനെ ഷിർക്കാക്കുക. എന്താ തമ്മിൽ വ്യത്യാസം? അപ്പൊ ആ ഒരു സെറ്റപ്പിലുള്ള ദഅവത്തും കൊണ്ട് നിങ്ങൾ നടന്നോ? ഞങ്ങൾ ഇൻഷാ അല്ലാഹ് സലഫി പണ്ഡിതന്മാരുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ചാണ് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെ, എല്ലാ ഞങ്ങളുടെ ദഅവത്തിന്റെ രീതിയും ഒക്കെ അങ്ങനെ തന്നെ പണ്ഡിതന്മാരോട് ചോദിച്ചിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഇനി നിങ്ങൾ കേട്ടോ 1-2 ആരോപണങ്ങൾ മാത്രം. ഒന്ന്, നമുക്കില്ലാത്ത ആരോപണങ്ങൾ. ഇവർ ബേജാറായിക്കാണ് സത്യത്തില്. കാരണം ഇൽമ് നേടാൻ ആളുകൾക്ക് താല്പര്യമുണ്ട്, ഇവരതിന് സമ്മതിക്കണില്ല. ഇനി അതിൽ പറഞ്ഞ ഒരാരോപണം ഒരാരോപണം എന്താന്നുള്ളത് നിങ്ങളൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രം സാമ്പിളിലൊന്ന് കേൾപ്പിക്കാണ്. അള്ളാഹുവിന്റെ ദീനനുസരിച്ച് ജീവിക്കുന്ന അടിമ വ്യഭിചരിക്കുന്ന മനുഷ്യരെ, വ്യഭിചാരത്തെ കൊള്ള പോകുന്ന അങ്ങാടിയിലെ മനുഷ്യരെ, നടുറോട്ടിലെ മനുഷ്യരെ ഞാൻ എന്തു പറഞ്ഞു വിളിക്കണം? മുഹമ്മദ് അബ്ദുൽ വഹാബ് എന്ന ഒരു മഹാശൈഖ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് തൗഹീദ് എന്ന ഗ്രന്ഥമുണ്ട്. അത് അറബിയിൽ കടുകട്ടിയുള്ള പുസ്തക. അത് വായിക്കാത്ത മുസ്ലിം അല്ലാമോ? സഹോദരങ്ങളെ, നമ്മൾ ഇത് എന്തിനാണ് ഇട്ടത് എന്ന് ചോദിച്ചാൽ, നമ്മളെ തപസ്സിരിക്കുന്ന സന്യാസിമാരായിട്ട് ദഅവത്തൊന്നും നടത്താതെ ദഅവത്ത് മുടക്കുന്ന ആളുകളായിട്ട് ചിത്രീകരിക്കുന്ന ആളുകൾ, അതിന്റെ വിശദീകരണം ഇപ്പൊ നമ്മൾ പറഞ്ഞു. നമ്മൾ ദഅവത്ത് നടത്തുന്നുണ്ട്, ആ ദഅവത്തിന്റെ രീതി എന്താണ് എന്നുള്ളത് നമ്മൾ പറഞ്ഞു. നിങ്ങൾ നടത്തുന്ന കാട്ടിക്കൂട്ടുന്ന ആ കാര്യങ്ങളാണോ നിങ്ങൾ ദഅവത്ത് എന്നുകൊണ്ട് ഉദ്ദേശിച്ചത്? അതിന് ഞങ്ങളില്ല എന്നുള്ളതും പറഞ്ഞു. ഇനി ഇവിടെ പറഞ്ഞത് എന്താ? ഒരൊറ്റ വാചകം, അതിൽ 2 ശരിയുണ്ട്, 2 കളവുകളുണ്ട്. അത് നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കണം. ഒന്ന്, എന്താ പറഞ്ഞത്? മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് എന്ന മഹാനായ ഒരു ഷെയ്ഖ് ഉണ്ടായിരുന്നു, അത് ശരിയാ, അദ്ദേഹം ഷെയ്ഖ് തന്നെയാണ്. അദ്ദേഹത്തിന് അത്തൗഹീദ് എന്ന് പറയുന്ന ഒരു പുസ്തകം ഉണ്ടായിരുന്നു, അതും ശരിയാ. പിന്നെ പറഞ്ഞത് എന്താ? കടുകട്ടിയുള്ള ഗ്രന്ഥം. കിതാബ് തൗഹീദിനെ കുറിച്ച് 2 കാര്യങ്ങൾ പറയാനുള്ളത്. ഒന്നുകിൽ മുജാഹിദ് ഇത് വായിച്ചിട്ടില്ല, കിതാബ് തൗഹീദ് വായിച്ചിട്ടില്ല. കാരണം കിതാബ് തൗഹീദ് വളരെ ലളിതമായ പുസ്തകമാണ്. ആയത്തുകളും ഹദീസുകളുമാണ് അതിലുള്ളത്. ആയത്തുകളും ഹദീസുകളുമാണ് അതിലുള്ളത് കിതാബ് തൗഹീദിൽ. പൊതുവെ ലളിതമായൊരു ശൈലിയാണ് അദ്ദേഹത്തിൻ്റെത്. ഇനി വായിച്ചിട്ടുണ്ടെങ്കിൽ അറബി ഭാഷയിലുള്ള പരിജ്ഞാനത്തിന്റെ കുറവ് അദ്ദേഹത്തിനുണ്ടാവും. അതുകൊണ്ടാണ് ഇത് കടുകട്ടിയുള്ള പുസ്തകം എന്ന് അദ്ദേഹം പറയും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ അറിയോ? ഈ കിതാബ് തൗഹീദിനെ സംബന്ധിച്ച് പണ്ഡിതന്മാർ പറഞ്ഞ എന്താ പറയുക? ഇത് ഹിഫ്ളാക്കണം എന്നാ. അബ്ദുറഹ്മാൻ അസ്സഅദി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, കിതാബ് തൗഹീദ് ഹിഫ്ളാക്കേണ്ട ഗ്രന്ഥ. അതേപോലെ തന്നെ ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഇത് ഹിഫ്ളാക്കേണ്ട ഗ്രന്ഥമാണ് കിതാബ് തൗഹീദ്. അത് കടുകട്ടിയുള്ള ഗ്രന്ഥം എന്ന് പറഞ്ഞിട്ട് ജനങ്ങൾക്കിടയിൽ ഈ ഗ്രന്ഥത്തെ ചെറുതാക്കി കാണിക്കല്ല അവരാരും ചെയ്തിട്ടുള്ളത്. രണ്ടാമതായിട്ട് പറഞ്ഞ വാചകം ഉണ്ടല്ലോ, ഏത്? ഈ കിതാബ് തൗഹീദ് വായിക്കാത്തവൻ മുസ്ലിമല്ല എന്നാണോ? ആരാണത് പറഞ്ഞിട്ടുള്ളത്? കിതാബ് തൗഹീദ് വായിക്കാത്തവനും പഠിക്കാത്തവനും മുസ്ലിമല്ല എന്നുള്ള വാദം കേരളത്തിൽ ആർക്കാണുള്ളത്? അത് തെളിയിക്കേണ്ട ബാധ്യത മുജാഹിദിനുണ്ട്. കാരണം കിതാബ് തൗഹീദ് വായിക്കാത്തവൻ മുസ്ലിമല്ല എന്നാണോ ചോദിക്കുന്നത്, എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ പറയണേ. വ്യഭിചരിക്കുന്ന ഒരു മനുഷ്യനോട് ഇത് പറയേണ്ട കോലൊക്കെ പറഞ്ഞിട്ട് അതിന് കിതാബ് തൗഹീദ് വായിച്ചു കൊടുത്തിട്ട് കാര്യമുണ്ടോ? ആ ഗ്രന്ഥം കടുകട്ടിയുള്ള ഗ്രന്ഥം ഇതൊക്കെ പറഞ്ഞിട്ടാ ചോദിക്കുന്നത്. വായിക്കാത്തവൻ മുസ്ലിമല്ല എന്നാണോ? കിതാബ് തൗഹീദ് വായിക്കാത്തവൻ മുസ്ലിമല്ല എന്ന് കേരളത്തിൽ അല്ലെങ്കിൽ ലോകത്ത് ആരാണത് പ്രസംഗിച്ചത്? അത് തെളിയിക്കാനുള്ള ബാധ്യത മുജാഹിദിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അത് തെളിയിക്കും, നമുക്ക് ഉറപ്പുണ്ട്. കാരണം അദ്ദേഹത്തിന്റെ ഏത് പ്രസംഗത്തിലും അദ്ദേഹം ഒരു കാര്യം പറയുമ്പോൾ സോളിഡ് പ്രൂഫ് അല്ലെങ്കിൽ സിമെന്റ് പ്രൂഫ് എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം ഏതൊരു കാര്യം പറയാറുള്ളത്. അപ്പൊ അദ്ദേഹം അത് തെളിയിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. കിതാബ് തൗഹീദ് വായിക്കാത്തവൻ മുസ്ലിമാണോ മുസ്ലിമല്ലേ അല്ലെങ്കിൽ മുസ്ലിമല്ല എന്ന് കേരളത്തിൽ ആരാണ് പറഞ്ഞത്? അത് തെളിവെന്തായാലും മുജാഹിദിന്റെ കയ്യിൽ ഉണ്ടാവും എന്നുള്ളത് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. അടുത്ത പ്രസംഗത്തിൽ ഇനി അത് മിമ്പർമെന്നോ അല്ലാത്ത സ്ഥലത്തോ എവിടെ വെച്ചിട്ടാണോ പ്രസംഗിക്കുന്നത്, ദയവ് ചെയ്ത് ആ വാചകം ഒന്ന് നിങ്ങൾ ഞങ്ങളെ കേൾപ്പിക്കണം.
കാരണം അങ്ങനെ മുസ്ലിം അല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ തെറ്റാണല്ലോ, തോപ് ചെയ്ത് മടങ്ങണമല്ലോ. അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് ആ സോളിഡ് പ്രൂഫ് ഞങ്ങൾക്കൊന്ന് തരണം എന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കണം ആ വിഷയത്തിൽ. അപ്പൊ ഇതാണ് ഇത് സംബന്ധമായിട്ട് പറയാനുള്ള ഒന്ന്. ഇനി രണ്ടാമതായിട്ട് ഇതിന്റെ ഗുണം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ അറിയോ? ഇക്കാക്കാനെ ന്യായീകരിച്ചിട്ട് നമ്മുടെ ഉസ്താദ് വന്നു. എന്നിട്ട് രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന് പറഞ്ഞത് എന്തോ വെച്ചാല് അത് കടുകട്ടിയുള്ള ഗ്രന്ഥമാണെന്നോ അത് പഠിക്കേണ്ടതില്ല എന്നോ ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല. പിന്നെ രണ്ടാമത് അദ്ദേഹം പറയുന്നത് എന്താ അറിയോ? രണ്ടാമത് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് കേട്ടോ. കാരണം ഇവരുടെ ഈ പ്രചരണങ്ങൾ എത്രത്തോളം അസത്യമാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് നിങ്ങളെ കേൾപ്പിക്കുന്നത്. കിതാബ് തൗഹീദും അതുപോലെയുള്ള ഗ്രന്ഥങ്ങളും കടുകട്ടിയുള്ളതാണ്, അതൊന്നും വായിക്കണ്ട പഠിക്കണം നമ്മൾ പറഞ്ഞോ? പറഞ്ഞിട്ടില്ല. മറിച്ച് അതേ ശരിയുള്ളൂ, മറ്റേതൊക്കെ അഹങ്കാരം പറയലും ആളക്കൂട്ടലുമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിലൊക്കെ നിഷേധിച്ച് ഇത് മാത്രമേ പാടുള്ളൂ എന്ന് പറഞ്ഞപ്പോഴാണ്. എന്താ പറഞ്ഞത്? കിതാബ് തൗഹീദ് കടുകട്ടിയുള്ള ഗ്രന്ഥമാണ് എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്നാ? ഇക്കാക്ക പറഞ്ഞത് ചിലപ്പോൾ അറിഞ്ഞിട്ടുണ്ടാവില്ല, അപ്പൊ അതേതായാലും കേട്ടിട്ടുണ്ടാവും. ഇക്കാക്ക അത് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് സിറാജ് പറയുന്ന മറ്റൊരു കാര്യം എന്താ? അതൊന്നല്ല ഇവിടെ വിഷയം, മറിച്ച് അതേ ശരിയുള്ളൂ. ഏത്? കിതാബ് തൗഹീദേ ശരിയുള്ളൂ, മറ്റതൊക്കെ അഹങ്കാരം പറച്ചിലും ആളക്കൂട്ടലുമാണ്, അതിനൊക്കെ നിഷേധിച്ച് ഇത് മാത്രമേ പാടുള്ളൂ എന്ന് പറഞ്ഞതാണ് പ്രശ്നം. ആരാ പറഞ്ഞത് അങ്ങനെ? ആരാണത് പറഞ്ഞത്? കിതാബ് തൗഹീദ് മാത്രമാണ് ശരി, ബാക്കിയുള്ളതൊക്കെ അഹങ്കാരം പറച്ചിലും ആളക്കൂട്ടലുമാണ്, ബാക്കിയുള്ളതൊന്നും ശരിയല്ല, ഇത് മാത്രമാണ് ശരിയെന്ന് ആരാ പറഞ്ഞത്? ഇതൊക്കെ ഉത്തരവാദപ്പെട്ട രൂപത്തിൽ ഇതൊക്കെ ജനങ്ങളുടെ ഇടയിൽ പ്രസംഗിക്കുന്ന കാര്യങ്ങളാണല്ലോ. ഇതാരാ പറഞ്ഞത്? ഇതാരാ പറഞ്ഞത്? കിതാബ് തൗഹീദ് മാത്രം ശരി, ബാക്കിയുള്ളതൊക്കെ അഹങ്കാരം പറച്ചിലും ആളുകളെ കൂട്ടലും, ബാക്കിയുള്ളതൊക്കെ തെറ്റും. അങ്ങനെ നമ്മൾ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാത്തത് പറയുന്നത് എന്ന് മനസ്സിലാകുന്നില്ല. ഈ രാഷ്ട്രീയക്കാർക്ക് ഇങ്ങനെ ഒരു സ്വഭാവമുണ്ട്, തെറ്റിയാലും പലതും വിളിച്ചു പറയും. ആ ഒരു നിലവാരത്തിലേക്ക് നമ്മൾ ഈ ദായികൾ എത്തണോ? ഉള്ള കാര്യം പറഞ്ഞു, അത് തെറ്റിദ്ധരിച്ചാണെങ്കിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മറുപടി പറയാം. പക്ഷെ ഇല്ലാത്തത് പറയേണ്ട കാര്യം എന്താന്നുള്ളത് മനസ്സിലാകുന്നത്. ഇങ്ങനെ നമ്മൾ ആരെങ്കിലും പറഞ്ഞോ കിതാബ് തൗഹീദ് മാത്രം മതി, അതല്ലാത്തതൊന്നും ശരിയല്ല എന്ന് ആരാ പറഞ്ഞത്? അത് തെളിവ് കൊണ്ടാ. ഇപ്പൊ ആദ്യത്തെ 2 മണിക്കൂർ ക്ലാസ്സും പിന്നെ 2 മണിക്കൂർ ക്ലാസ്സും എടുത്തല്ലോ MICR-ല്. ഇനി അടുത്ത ക്ലാസ്സിലെങ്കിലും ഇതിന്റെ തെളിവ് താ. അപ്പൊ ഇതാണ് അതിസംബന്ധമായിട്ട് പറയാനുള്ളത്. ഇനി ഒരു ക്ലിപ്പ് കൂടി നിങ്ങൾ കേൾക്കണത്. കിതാബ് തൗഹീദും ഉസൂലു സലാസയൊക്കെ പഠിച്ചാല് ദഅവത്തിൽ നിന്ന് മാറി നിൽക്കണം, ദഅവത്ത് നടത്തണ്ട എന്നാണ് ചില ആളുകൾ മനസ്സിലാക്കിയിട്ടുള്ളത്. ആ സഹോദരങ്ങൾ തെറ്റിദ്ധരിച്ചു പോയതാണ് എന്ന് ഹുസൈൻ സലഫി പ്രസംഗിക്കുന്നത് കൂടി കേട്ടോ. അപ്പൊ എന്താ പറഞ്ഞത്? ചില സഹോദരങ്ങളെ തെറ്റിദ്ധരിച്ചു പോയിരിക്കുന്നു. എന്താ തെറ്റിദ്ധരിച്ചു പോയത്? കിതാബ് തൗഹീദ് പഠിച്ചാൽ ദഅവത്ത് വേണ്ട, ദഅവത്തിന് ഇറങ്ങേണ്ടതില്ല, ഉസൂലു സലാസ പഠിച്ചാൽ ദഅവത്തിന് ഇറങ്ങേണ്ടതില്ല എന്ന് ചില സഹോദരങ്ങൾ തെറ്റിദ്ധരിച്ചു പോയിരിക്കുന്നു. ആ സഹോദരങ്ങളുടെ പേരു ലിസ്റ്റ് ഒന്ന് പറഞ്ഞുതരണം ഹുസൈൻ സലഫി. കിതാബ് തൗഹീദ് പഠിച്ചിട്ട് ഉസൂൽ സലാസ പഠിച്ചിട്ട് ദഅവത്തിന് ഇറങ്ങണ്ട, ദഅവത്തിന് വേണ്ട എന്ന് തീരുമാനിച്ചതാരാ? എന്ന് പറഞ്ഞതാരാ? ഇതൊക്കെ നമ്മൾ കുറച്ചൊക്കെ ഒരു പക്വതയോടുകൂടി സംസാരിക്കുന്ന ആള് എന്ന് വിചാരിച്ചിരുന്ന ഹുസൈൻ സലഫി പോലും ഈ ഒരു രാഷ്ട്രീയക്കാരുടെ നിലവാരത്തിലേക്ക് എത്തുന്നതിൽ നമുക്ക് സങ്കടമുണ്ട്. അദ്ദേഹം വളരെ മാന്യമായി സംസാരിക്കുന്ന ആളാ. ഉസൂൽ സലാസയും കിതാബ് തൗഹീദും പഠിച്ചിട്ട് ദഅവത്ത് വേണ്ട എന്ന് തീരുമാനിച്ചത് ആരാണ്? ചില സഹോദരങ്ങൾ അങ്ങനെ തെറ്റിദ്ധരിച്ചിരിക്കുന്നു എന്നതാ. ആ സഹോദരങ്ങൾ ആരൊക്കെയാണ് ഹുസൈൻ സലഫി? ഏതൊക്കെയാണ് ആ സഹോദരങ്ങള്? നമ്മളത് നിങ്ങൾ ആരെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുണ്ടോ? ഇനി അബ്ദുൽ ജബ്ബാർ മദീനി അത് എടുക്കുന്നുണ്ട്, അദ്ദേഹത്തിന്റെ ക്ലാസ്സിൽ ആരെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുണ്ടോ എന്നുള്ളത് ഞങ്ങൾക്ക് അറിയില്ല കേട്ടോ, അത് ഞങ്ങൾക്കറിയില്ല. പക്ഷെ നമ്മൾ ക്ലാസ് എടുക്കുന്ന സ്ഥലങ്ങളിലോ ക്ലാസ്സുകളിലോ പരിപാടികളോ കിതാബ് തൗഹീദ് എടുത്തിട്ട് ദഅവത്ത് നടത്തണ്ട എന്നുള്ളത് ആരും മനസ്സിലാക്കിയിട്ടില്ല. എല്ലാവരും മനസ്സിലാക്കിയിട്ടുള്ളത് ദഅവത്ത് നടത്തണം എന്നുള്ളതാ.
അബ്ദുൽ ജബ്ബാർ മദീന്റെ ക്ലാസ്സുകൾ ഇതിൽ വരുന്നുണ്ട്. ഇനി അദ്ദേഹത്തിന്റെ ക്ലാസ്സിൽ ആരെങ്കിലും തെറ്റിദ്ധരിച്ചു പോയത് കൊണ്ടാണോ ഉസൈദ് സലഫി അങ്ങനെ പ്രസംഗിച്ചത് എന്നുള്ളത് നമുക്കറിയില്ല. അതുകൊണ്ട് അതൊന്ന് ക്ലിയർ ചെയ്യണം, അതൊന്ന് ക്ലിയർ ചെയ്യേണ്ടതുണ്ട്. ആരാണ്? ഇല്ലെങ്കിൽ അത്തരത്തിലുള്ള ആരോപണങ്ങൾ ഇനി ദയവ് ചെയ്ത് അത് നടത്തരുത്. അത്തരത്തിലുള്ള ആരോപണങ്ങൾ ഒരു സമൂഹത്തിന് നേരെ ഉന്നയിക്കരുത്. അതുകൊണ്ട് ആ പേര് ഒന്ന് പറഞ്ഞു തരണം, ഞങ്ങൾക്കതൊന്ന് തിരുത്തി കൊടുക്കാനാ. ഇനി ആരെങ്കിലും തെറ്റിദ്ധരിച്ചു പോയിട്ടുണ്ടോ എന്നുള്ളത് നമുക്കറിയില്ലല്ലോ. കാരണം ദഅവത്തിന്റെ രീതി സലഫി പണ്ഡിതന്മാർ ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. നമ്മളത് പഠിപ്പിച്ചു കൊടുക്കണം, കിതാബുകൾ വായിച്ചു കൊടുക്കണം, കിതാബുകൾ പഠിപ്പിച്ചു കൊടുക്കണം. അത് പള്ളികൾ ഞങ്ങൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അതിന് കോർണർ എന്ന് പറഞ്ഞാലും അതൊക്കെ പരിഹസിക്കുന്നത് ആരെയാണ് അറിയോ? ഷെയ്ഖ് ഫൗസാൻ. ഏതോ ഒരു കോർണറിൽ നിന്ന് തപസ്സിരിക്കുന്ന സന്യാസിമാർ. ഒന്നാര ഷെയ്ഖ് ഫൗസാൻ ഹഫിളഹുല്ല, രണ്ടാമതാര അബ്ദുൽ മുഹ്സിൻ അൽ അബ്ബാദ്. ഇല്ല, ഏതോ കോർണറിൽ നിന്ന് തപസ്സിരിക്കുന്ന സന്യാസിയാണ്. ഇവരൊന്നും ഈ സ്റ്റിക്കറും ബാനറും ഇതിന്റെ കണക്കും പറഞ്ഞിട്ടൊന്നല്ലല്ലോ ദഅവത്ത് നടത്തുന്നത്. നിങ്ങള് എന്താണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ആരെ നിങ്ങൾ പരിഹസിച്ചുകൊണ്ടിരിക്കുന്നത്? അപ്പോ ആരാണത് അങ്ങനെ തെറ്റിദ്ധരിച്ചത്? ആ സഹോദരങ്ങളുടെ പേരെന്ന് വെളിപ്പെടുത്തിയ ഞങ്ങളത് തിരുത്തി കൊടുത്തോളാം എന്ന് പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഈ കാര്യം പറയുന്നത്. അപ്പൊ ഈ കാര്യങ്ങൾ സാന്ദർഭികമായിട്ടൊന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രം. ഇൻഷാ അല്ലാഹ് അത് ഈ തെറ്റിദ്ധാരണകൾക്കൊക്കെ നമ്മൾ വിശദമായി പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് നമ്മൾ മറുപടി പറയും. കാരണം സലഫിയത്തിന്റെ ആദർശങ്ങളെപ്പോലും ഇവിടെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ആ വിവരം നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ സഹോദരങ്ങൾക്ക് അത് കൃത്യമായി അത് ബയാൻ ചെയ്തു കൊടുക്കും എന്നുള്ളത് കൂടി ഓർമ്മിപ്പിക്കുകയാണ്. വിഷയങ്ങൾ പഠിക്കുക. നമ്മുടെ സഹോദരങ്ങളോട് പറയാനുള്ളത്, ഞങ്ങൾ ദഅവത്ത് തന്നെയാണ്. ഞങ്ങൾ ആർക്കും റൂമിൽ അടച്ചിട്ട് ഇരിക്കാൻ സമയമല്ല. ഞങ്ങൾ ദഅവത്ത് തന്നെയാണ്. ഞങ്ങൾ എല്ലാ മേഖലകളും ഞങ്ങൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ദൗറകളും ബാക്കിയുള്ള ക്ലാസുകളും എല്ലാ ദഅവത്തും ഒക്കെ നടക്കുന്നുണ്ട്. അതിന്റേതായ രീതിയിൽ തന്നെ നടക്കുന്നുണ്ട്. നിങ്ങൾ വിചാരിച്ച ആ റൂട്ടിലല്ല ഞങ്ങൾ പോകുന്നത് എന്ന് മാത്രം. അപ്പോ ഈ രൂപത്തിലുള്ള വില കുറഞ്ഞ തരം താണ ഈ പ്രചരണങ്ങൾ അവസാനിപ്പിച്ചിട്ട് പ്രാമാണികമായി ഏറ്റുമുട്ടാനുണ്ടോ, പ്രാമാണികമായിട്ട് പറയാനുണ്ടോ, നിങ്ങൾ വിമർശിച്ചോ, ഞങ്ങൾ അതിനെ ഗണ്ണിക്കും. പ്രമാണബദ്ധമായിട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മറുപടി പറയാം. ഇതല്ലാതെ ഇത്തരത്തിലുള്ള വില കുറഞ്ഞ അഭിപ്രായങ്ങൾ അതൊരു മിമ്പറിൽ വെച്ചിട്ടൊക്കെ അത് നടത്തുക, ജനങ്ങളുടെ ഇടയിൽ വെച്ചിട്ട് നടത്തുക എന്നുള്ളത് ഒരു അനീതിയാണ് എന്നുള്ളത് ഓർമ്മിപ്പിക്കുകയാണ്. വിഷയങ്ങൾ പഠിക്കുക, മനസ്സിലാക്കുക. അല്ലാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.